അസ്സലാമു ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അതും അവിൽ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ജ്യൂസാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഒരു പായസത്തിൻ്റെ ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് അവിലാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് കളറിലുള്ള അവിൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, മറ്റേ അവിലായാലും മതി കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് മിൽക്ക് പൗഡറാണ്. ഒരു 5 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളെ കയ്യിൽ മിൽക്ക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് പാലും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 കപ്പോളം വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വാട്ടർ ഒഴിച്ചിട്ട് അടിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലൊരു മിക്സിയുടെ പ്രോബ്ലമാണ് ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ അവിലും അതുപോലെ പഞ്ചസാരയും പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിന് മുകളിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നട്ട്സൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ജ്യൂസ് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് തിക്കാവും കേട്ടോ. ആ ഒരു സമയത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു പായസം കുടിക്കുന്നൊരു ടേസ്റ്റ് ആയിട്ടാട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്